ഹായ് ഓൾ. ഏപ്രിൽ 2025 NIOS സീനിയർ സെക്കൻഡറി മലയാളം എക്സാം എഴുതുന്ന കുട്ടികൾക്കുള്ള TMA സൊല്യൂഷൻസ്. ചോദ്യം 1. കരുണാമയിയായ ദേവിയെപ്പോലെ കുഞ്ഞാത്തലമ്മ ഗോവിന്ദൻകുട്ടിക്ക് അനുഭവപ്പെട്ടത് എങ്ങനെ? ഉത്തരം: ഭക്ഷണത്തിന് വകയില്ലാത്തപ്പോൾ പഠിക്കാനുള്ള പുസ്തകം, പെൻസിൽ തുടങ്ങിയവ വാങ്ങാൻ സാധിക്കില്ല എന്ന് ഗോവിന്ദൻകുട്ടിയുടെ അമ്മ കുഞ്ഞാത്തലമ്മയെ അറിയിച്ചു. പക്ഷേ തേവാരത്തിനുള്ള പൂവ് കൊണ്ടുവന്നു കൊടുത്താൽ പഠിക്കാൻ സ്കൂളിലേക്ക് പോകാനുള്ള ചില്ലറ കുഞ്ഞാത്തലമ്മ ഗോവിന്ദൻകുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കരുണാമയിയായ ദേവിയെപ്പോലെ കുഞ്ഞാത്തലമ്മ ഗോവിന്ദൻകുട്ടിക്ക് അനുഭവപ്പെട്ടത്. ചോദ്യം 2. കിളി സ്വയം മറന്നു പാടുകയാണ് എന്ന് എങ്ങനെയാണ് കവിതയിൽ വ്യക്തമാകുന്നത്? ഉത്തരം: കാട്ടുപക്ഷി തൻ്റെ കൊച്ചു ചിറകിൻ്റെ നോവ് മറന്നുകൊണ്ടാണ് പാടുന്നത്. തനിക്കിനി ഒരിക്കലും പറക്കാൻ കഴിയില്ല എന്ന കാര്യം ഓർക്കാതെ വിസ്തൃതമായ ആകാശത്തെ മനസ്സിൽ പുണർന്നുകൊണ്ട് ആർദ്രമായി മരക്കുറ്റിയിൽ ചാഞ്ഞിരുന്ന് തെളിഞ്ഞു പാടുകയാണ്. ചോദ്യം 3. അമ്മ കൃഷ്ണനെ ശിക്ഷിച്ചത് എന്തിന്? അതിൻ്റെ പരിണാമം എന്തായിരുന്നു? ഉത്തരം: വികൃതിയായിരുന്ന കൃഷ്ണൻ കൂടെ കളിക്കുന്ന കുട്ടികളെ നുള്ളി നോവിച്ചു. അത് പരാതിയായി യശോദയുടെ അടുത്തെത്തിയപ്പോൾ യശോദ കൃഷ്ണനെ മയിൽപ്പീലി കൊണ്ട് തല്ലി. അമ്മ തന്നെ തല്ലിയല്ലോ എന്ന് പരിഭവിച്ച് കൃഷ്ണൻ മാറി നിന്നു. ഉണ്ണാൻ വിളിച്ചപ്പോൾ ചെന്നില്ല. ഒരു വിശേഷപ്പെട്ട ചേല കൃഷ്ണന് സമ്മാനിച്ചപ്പോഴാണ് പരിഭവം മാറി കൃഷ്ണൻ ചെന്നത്. ചോദ്യം 4. മാധ്യമങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായി കണക്കാക്കുന്നത് എന്തൊക്കെ? ഉത്തരം: ചില മാധ്യമങ്ങൾ വിനോദത്തിന് പ്രാധാന്യം നൽകുന്നു, മറ്റു ചിലവ വിജ്ഞാനത്തിനും. അറിവ് പകരുക, എഡ്യൂക്കേറ്റ്, വിവരങ്ങൾ നൽകുക, ഇൻഫോം, രസിപ്പിക്കുക, എൻ്റർടൈൻ എന്നീ 3 പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് എല്ലാ മാധ്യമങ്ങൾക്കും ഉള്ളത്. ചോദ്യം 5. അമ്മയ്ക്ക് നൽകുവാനായി കൃഷ്ണൻ നന്ദഗോപരുടെ കൈവശം ഏൽപ്പിക്കുന്ന ചേലകളുടെ പ്രത്യേകതകൾ എന്തെല്ലാം? ഉത്തരം: ഭംഗിയുള്ള 4 ചേലകളാണ് അമ്മയ്ക്ക് നൽകുവാനായി കൃഷ്ണൻ നന്ദഗോപരുടെ കൈവശം ഏൽപ്പിക്കുന്നത്. ഒന്ന് ഒരു ചിറ്റാടയാണ്. രണ്ടാമത്തേത് മഞ്ഞൾ പിഴിഞ്ഞുള്ള കൂറകളാണ്. മൂന്നാമത്തേത് വെറ്റില മുറുക്കി ചൊരുക്ക് പറ്റിയ യശോദയെ സന്ദർഭോചിതമായി ഉണർത്തിയതിനു കിട്ടിയ സമ്മാനമായ കൊച്ചുവസ്ത്രമാണ്. നാലാമത്തേത് തല്ലിയതിനു പിണങ്ങി മാറിയിരുന്ന കൃഷ്ണനെ അനുനയിപ്പിക്കാൻ യശോദ നൽകിയ പിഴയായ കണ്ടിക്കൻ ചേലയാണ്. ചോദ്യം 6. പൊന്നുരുക്കുകയാണ് പൂച്ചെ എന്ന ചെറുകഥയിൽ അനാവരണം ചെയ്യപ്പെടുന്ന വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടലിനെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക. ഇപ്പോൾ അമ്മ ഒരു പൂർവ്വസ്മൃതിയെപ്പോലെ അകലപ്പെട്ടു എന്ന വാക്യത്തിലാണ് പൊന്നുരുക്കുകയാണ് പൂച്ചെ എന്ന ചെറുകഥ അവസാനിക്കുന്നത്. മുറിയിൽ അമ്മയെ അടച്ചുപൂട്ടിയതിനെയാണ് ഈ വാചകം സൂചിപ്പിക്കുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ മുമ്പ് തന്നെ അദൃശ്യമായ ചുമരുകളോടുകൂടിയ ഒറ്റപ്പെട്ട ഒരു മുറിയിൽ തന്നെയായിരുന്നു അമ്മാളു എന്ന ആ അമ്മ. ആധുനിക ലോകത്തിൻ്റെ ഓട്ടത്തിനൊത്ത് എത്താനായി ശ്രമിക്കുന്ന അമ്മാളുവിൻ്റെ ഭർത്താവും 2 മക്കളും ആ അമ്മയ്ക്ക് അറിയാത്ത ഒരു ലോകത്ത് തന്നെയായിരുന്നു എന്നും. ഒരേ കൂരയുടെ കീഴിലായിരുന്നിട്ടുകൂടി ചിന്തിക്കുന്നതിലോ സംസാരിക്കുന്നതിലോ പൊതുവായ ഒരു കാര്യം പോലും ഇല്ലായിരുന്നു. അതുമാത്രമല്ല, അമ്മയുടെ സംസാരവും ചിന്തകളും രീതികളും മക്കളിൽ നാണക്കേടുണർത്തി. ഈ കഥയിൽ കേരളീയരുടെ ഇന്നത്തെ ജീവിതാവസ്ഥയും മാനസികാവസ്ഥയും പ്രതിഫലിക്കുന്നുണ്ട്. വീടുകളിൽ വൃദ്ധർക്ക് സ്ഥാനമില്ലാതാവുന്നു എന്നത് നാം നിത്യേന എന്നോണം കേൾക്കുന്ന പരാതിയാണ്. മക്കൾക്ക് അവരുടെ സാമ്പത്തികവും ഉദ്യോഗപരവുമായ ഉയർച്ചയിൽ മാത്രമാണ് നോട്ടം. അച്ഛനും അമ്മയ്ക്കും എന്ത് സംഭവിച്ചാലും അവരെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. സ്നേഹബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരു സമൂഹമായി കേരളം കെട്ടുപോവുകയാണ് എന്നതാണ് വാസ്തവം. പുതിയ ജീവിതശീലങ്ങൾ തേടിപ്പോകുന്ന പുതിയ തലമുറ വാർദ്ധക്യത്തെ ഒറ്റപ്പെടുത്തുന്നതിൽ ഒരു മടിയും കാണിക്കുന്നില്ല.
സത്യത്തിൽ പുത്തൻ കാമനകൾക്ക് വിഹരിക്കാനുള്ള മേഖലകളിൽ പുരാവസ്തുക്കളെ പോലെ വഴിമുടക്കുകളായാണ് വൃദ്ധരെ പുതുതലമുറ കാണുന്നത് എന്ന് നമ്മൾ വേദനയോടെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. TMAയുടെ PDF ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. താങ്ക്